ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചിലപ്പോൾ വല്ല സിനിമ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലെ ആയിരുന്നെങ്കിൽ സംഭവം എൻ്റെ ഉള്ളിൽ തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷെ ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യമായിട്ട് എൻ്റെ കിളി പോയി. ഇതുപോലെ ഒരു പാർട്ണർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. പറഞ്ഞു, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് വന്ദന മൂവിയിലെ ലാലേട്ടനൊക്കെ പോലെ, കല്യാണരാമിലെ രാമൻകുട്ടിയെ പോലെ എന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് കല്യാണരാമനിലെ രാമൻകുട്ടിയെ പോലെയുള്ള ഒരാളെയാണോ നിനക്ക് പാർട്ണറായിട്ട് വേണ്ടത്? അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ രാമൻകുട്ടിക്ക് പ്രശ്നം? അപ്പം അവൻ എൻ്റെ അടുത്ത് പറയാ, രാമൻകുട്ടിയുടെ ഒരു ഫേസ് നീ കണ്ടിട്ടുള്ളൂ, രാമൻകുട്ടിയുടെ വേറൊരു ഫേസ് നിനക്കറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ചോദിച്ചാൽ അതേത് ഫേസ്? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വേറൊരാൾക്ക് ഇഷ്ടമാണ് എന്ന് അറിഞ്ഞ് ആ വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ച ആളാണ് ഈ രാമൻകുട്ടി. കൂടോത്രം ചെയ്ത് മുട്ടയിൽ കൂടോത്രം ചെയ്ത് അവന് കൊല്ലാൻ വേണ്ടിയിട്ട് ബാഗിലാക്കി വിട്ട ആളാണ് രാമൻകുട്ടി. അറിയോ ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, ആ ശരിയാണല്ലോ. അതും ആ പെണ്ണിനെ രാമൻകുട്ടി ഇഷ്ടമാണെന്ന് പോലും അറിയില്ല. കുട്ടീനെ തിരിച്ച് അവൾക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ രാമൻകുട്ടി എന്ത് ചെയ്തു? കോഴിമുട്ട തിരിച്ചെടുത്തത്. അപ്പം എന്തോരം സൈക്കോപാത്താണ് നിന്റെ രാമൻകുട്ടി എന്ന് ചോദിച്ചു. ഞാൻ ശരിയാണല്ലോ, അതെന്തിനാ രാമൻകുട്ടി അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ശരിക്കും. രാമൻകുട്ടി എന്ന ഇത്രയും നല്ലൊരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയുടെ ഒരു ചെറിയ നെഗറ്റീവ് വേർഷനാണ് നമുക്കതിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ചിരിച്ചും കളിച്ചും നിന്നാൽ പോലും ഒരു ടോക്സിക് ഫേസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കും ആ ആള് എന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അത് അവരുടെ വേറൊരു വേർഷനാണ്.